ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ OMC ടെക് ട്രാവൽസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്, ചൂട്ടാട് ബീച്ച്. നേരെ അവിടത്തേക്ക് പോകാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പാർക്കിലേക്ക് കണ്ണൂരിൽ നിന്നും വളവട്ടണം, പാപ്പൻശ്ശേരി, പഴയങ്ങാടി വഴി ഏകദേശം 29 കിലോമീറ്റർ ദൂരമാണുള്ളത്. പഴയങ്ങാടിയിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടത്തേക്കുള്ള ദൂരം. നമ്മളിവിടെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങിന് 20 രൂപയാണ് ചാർജ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം. നമുക്ക് പാർക്കിൻ്റെ അകത്തോട്ട് കടക്കാം. ഇവിടെ എൻട്രി ഫീ ആയിട്ടുള്ളത് 25 രൂപയാണ്. ക്യാമറയ്ക്ക് 50 രൂപയും വാങ്ങിയിട്ടുണ്ട്. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു റെസ്റ്റ് റൂമും ടോയ്ലറ്റും ഇവിടെ കാണാം. അതിമനോഹരമായ ഈ ബീച്ച് പാർക്ക് കേരളം ടൂറിസത്തിൻ്റെ മാപ്പിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിൽ പാർക്ക് സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെ 2 വഴിയാണുള്ളത്, ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും. നമുക്ക് ഇടതുഭാഗത്തേക്ക് ആദ്യം പോകാം. ഇവിടെ ചെറിയ രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മധ്യഭാഗത്തായി ഇതുപോലുള്ളൊരു നിർമ്മിതിയും കാണാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായി ഇതുപോലുള്ള കുറച്ച് സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എക്സ്ട്രാ ചാർജ് ഇവിടുന്ന് ഈടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബീച്ചിലേക്ക് ഇതുപോലൊരു വഴി കാണാം. അതിലേ നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് സമുദ്രാലയം ബീച്ച് റെസ്റ്റോറൻറ്റ് കാണാം. ലോക്ക്ഡൗണിന് ശേഷം ഇതുവരെ ഇത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ വരുന്ന ഞായറാഴ്ച ഡിസംബർ 20-ാം തീയതി ഓപ്പൺ ആക്കും എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ പാൻഡമിക് സിറ്റുവേഷൻ കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു ബീച്ച് പാർക്കാണിത്. അല്ലെങ്കിൽ എല്ലാ വർഷവും ബീച്ച് ഫെസ്റ്റ് നടക്കുന്ന ഒരു സമയമാണ് ഡിസംബർ. കഴിഞ്ഞ വർഷമൊക്കെ ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് ഈ ഊഞ്ഞാലിൽ നിന്ന് ആടി നോക്കട്ടെ. മുമ്പ് മിക്ക വർഷങ്ങളിലും കടൽ കയറുന്ന സ്ഥലമാണിത്. 2004 ഡിസംബർ 26-ന് കേരളത്തിൽ സുനാമി ഉണ്ടായപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നാശനഷ്ടം സംഭവിച്ച സ്ഥലമാണ്. അതിനുശേഷമാണ് കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചതും പാർക്ക് എന്ന കൺസെപ്റ്റിലേക്ക് വന്നതും. ഇനി നമുക്ക് ബീച്ച് സൈഡിലേക്ക് പോകാം.
ഈ സൺസെറ്റ് സമയത്തുള്ള ബീച്ചിൻ്റെ ഭംഗി മനസ്സിന് കുളിർമയേകുന്നതാണ്. ഇനി നമുക്ക് അല്പസമയം ബീച്ചിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഞാനിപ്പോൾ ചൂട്ടാട് ബീച്ച് പാർക്കിലാണുള്ളത്. അതിൻ്റെ ബീച്ച് സൈഡ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കര ഇത്ര കയറി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കതിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. കടലിലേക്ക് കര തള്ളി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ ഇവിടെ വെള്ളം കാണാം. ഞാൻ കടലിൻ്റെ നടുക്ക് നിൽക്കും പോലെയുള്ള ഒരു ഫീൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. തിരയുടെ അടുത്ത് നമുക്കൊന്ന് വീഡിയോ എടുത്ത് നോക്കാം. അയ്യോ, എൻ്റെ ക്യാമറയിൽ വെള്ളം കയറി. സാരമില്ല, ഗോപ്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി കുട്ടികളോടൊത്ത് കുറച്ച് സമയം ബീച്ചിൽ കളിക്കാം. നമ്മൾ ആ ദൂരെ കാണുന്നതാണ് ഏഴുമല. സൺസെറ്റ് ടൈം ഏകദേശം ആകാറായിട്ടുണ്ട്. അവിടെയാണ് എട്ടിക്കുളം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇവിടെ കുട്ടികൾ നന്നായി എൻജോയ് ചെയ്ത് കളിക്കുന്നത് കാണാം. ഇനി നമുക്ക് പാർക്കിൻ്റെ കാറ്റാടി മരങ്ങൾക്കിടയിലേക്ക് പോകാം.
പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ വലതുഭാഗത്തേക്കുള്ള വഴിയാണിത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഷോപ്പുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്നാക്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഷോപ്പാണ്. പിന്നെ ഇതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് അവിടത്തേക്കൊന്ന് പോയി നോക്കാം. എല്ലാത്തിനും ഇവിടെ ഫീസ് ഈടാക്കുന്നുണ്ട്. ഇതിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. കുട്ടികൾക്ക് നന്നായി എൻജോയ് ചെയ്യാനുള്ളൊരു സ്ഥലം തന്നെയാണിത്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തേക്കൊരു വഴി കാണാം. ഇവിടെയാണ് ബോട്ടിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പാർക്കിൻ്റെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇത്. ഇവിടെയാണ് പെഡൽ ബോട്ടിങ്ങിനും സ്പീഡ് ബോട്ടിങ്ങിനും സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ പാർക്കിലും കണ്ണൂരിലെ ചാൽ ബീച്ചിലെ പോലെ കാറ്റാടി മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ചാൽ ബീച്ചിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതൊന്ന് പോയി കാണണേ. പാർക്കിൻ്റെ വലതുഭാഗത്ത് അവസാനം ഇതുപോലെ ബീച്ചിലേക്കുള്ള ഒരു വാതായനം കാണാം. ഇവിടെ നിന്നുള്ള ബീച്ചിലേക്കുള്ള കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നു. നമുക്കിനി ബീച്ചിലേക്ക് ഒന്നുകൂടെ പോകാം. ഇവിടെയും എട്ടിക്കുളം ബീച്ചിൽ കണ്ടതുപോലെ ബീച്ച് വോളിബോൾ കളിക്കുന്നത് നമുക്ക് കാണാം. ഇതിലെ കൂടിയും പാർക്കിലേക്കൊരു വഴിയുണ്ട്. നമുക്ക് ഇതുവഴി ഒന്ന് ഉള്ളിലേക്ക് കടന്നു നോക്കാം. ഫാമിലി ആയിട്ടും കൂട്ടുകാരും ഒന്നിച്ചും വന്ന് ഉല്ലസിക്കാനും റിലാക്സ് ചെയ്യാനും പറ്റിയ ഒരു നല്ല പാർക്കാണ് ചൂട്ടാട് ബീച്ച് പാർക്ക്. ബീച്ച് കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്നാൽ ഉല്ലാസദായകമാകും എന്ന് തീർച്ച.
ഇനി നമുക്ക് പാർക്കിൽ നിന്നും ഇറങ്ങാം. നമ്മളിവിടെ വണ്ടിയുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നല്ല ജനത്തിരക്കുമുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.